മേതിൽ ദേവിക കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി മേതിൽ ദേവിക, താങ്കൾ ഒരു പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞു കാണും. ഇപ്പോൾ സിനിമയുടെ ഭാഗമാകാൻ കൂടി പോവുകയാണ്, താങ്കൾ സിനിമയിൽ അഭിനയിക്കാൻ കൂടി പോവുകയാണ്. ആ മേഖലയിൽ നമ്മുടെ സ്ത്രീകൾ നോക്കൂ, ഒരു ജോലിക്ക് യോഗ്യത നേടണമെങ്കിൽ പലതരത്തിൽ യോഗ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കഴിവാണ്. ഇവിടെ അതല്ല, ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ് ആണ് നിങ്ങളുടെ യോഗ്യത എന്ന് പറയുകയാണ്. അല്ല, എനിക്കിപ്പം ഞാൻ റിപ്പോർട്ടിന്റെ ഇത് ന്യൂസിൽ കണ്ടപ്പോ എനിക്ക് തോന്നിയ ബേസിക്കലി എല്ലാ ഇൻഡസ്ട്രി, ഞാൻ പറയുന്നത് ഇതിപ്പോ നോൺ ഫാക്ട് ഒക്കെ തന്നെയാണല്ലോ. നമുക്ക് ഇതിൽ പുതിയതായിട്ടൊന്നും ഇല്ല. നമ്മൾ ഇതില് ഇപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ഇൻഡസ്ട്രി ഇതിനൊരു മെക്കാനിസം കണ്ടെത്താൻ പോവാണ് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും മുഖ്യം. ഇപ്പൊ നമ്മൾ ബാൻഡ് യൂസ് ഓഫ് ഡ്രഗ്സ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പാടില്ല, ഇതൊക്കെ ബേസിക്കലി എല്ലാവിടെയും പാടില്ല. ഒരവിടെയും ഇതെല്ലാം ബേസിക്കലി ഇല്ലീഗലാണ് എവിടെയായാലും. പക്ഷെ നമ്മളിത് ഇപ്പൊ ഒരു എക്സ്റ്റേണൽ ഏജൻസി വന്ന് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ആർ വി ട്രൈങ് ടു എക്സസൈസ് കൺട്രോൾ ത്രൂ ആൻ എക്സ്റ്റേണൽ ഏജൻസി, അത് നടക്കില്ല. ഇത് വിത്തിൻ ദി ഇൻഡസ്ട്രി ഒരു മെക്കാനിസം വേണം. ഇപ്പൊ ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുകയാണെങ്കിൽ 90% ആർട്ടിസ്റ്റിന് കോൺട്രാക്ട് തന്നെ ഉണ്ടോന്ന് സംശയമാണ്, വർക്ക് കോൺട്രാക്ട്. അപ്പം അതിന്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിന് ഈ മെക്കാനിസത്തിനെയാണ് നമ്മൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബാക്കി ഇതൊക്കെ ആക്ച്വലി റോങ് തന്നെയാണ്, എല്ലാവരുടെയും റോങ് തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീമതി മേതിൽ ദേവിക സംസാരിച്ചത്.